നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സൽപ്പേര് ധനത്തെക്കാൾ വലുതാണ്. അത് കാത്തു സൂക്ഷിക്കണം. ഒരിക്കലും കളങ്കപ്പെടുത്തരുത്. ആത്മനിയന്ത്രണം സർവ്വ വിജയങ്ങളുടെയും താക്കോലാണ്. ആദ്യം നമ്മൾ നമ്മളെ തന്നെ ജയിക്കണം, വിശ്വസിക്കണം. ഒരാളുടെ മഹത്വം അയാളുടെ കർമ്മത്തിലാണ്, ജനനത്തിലോ പാരമ്പര്യത്തിലോ അല്ല. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ നേരിട്ട അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും സത്യത്തിൽ അനിവാര്യമായിരുന്നോ എന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ സൗബിൻ അഭിനയിച്ച് റിലീസാകാൻ പോകുന്ന രജനീകാന്ത് ചിത്രമായ കൂലിയുടെ വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഉടൻ റിലീസാകാൻ പോകുന്ന കൂലി എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ ആദ്യ സോങ് പുറത്തുവിട്ടപ്പോൾ ആ പാട്ടിനൊപ്പം നൃത്തം ചെയ്ത ഐറ്റം ഡാൻസുകാരി പൂജ ഹെഗ്ഡെയ്ക്കൊപ്പം ചേർന്ന് നൃത്തം ചെയ്തത് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം സൗബിനായിരുന്നു. ആ ഗാനരംഗത്ത് രജനീകാന്ത് പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാൽ സൗബിന്റെ പൂജയോടൊപ്പമുള്ള ചുവടുവെപ്പുകൾ വളരെ വലിയ വാർത്തയായി. ആ മൊണീക്ക പാട്ടും നൃത്തരംഗവും യൂട്യൂബിൽ ഏതാണ്ട് 3 കോടിയിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞത്. സൗബിൻ ആ ഡാൻസ് സീക്വൻസിൽ പൂന്ത് വിളയാടുകയാണ് ഉണ്ടായത്. സൗബിന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഒഴുകുന്നത്. കൂടെ നൃത്തം വെച്ച പൂജ പറയുന്നത് മൊണിക്കയിലെ ഡാൻസ് സൗബിന് മാത്രമേ സാധിക്കൂ എന്നാണ്. വേറെ ആർക്കും ഇല്ലാത്ത ഒരു സ്റ്റൈലാണ് സൗബിൻ്റെത്. സൗബിന്റെ കാര്യത്തിൽ രജനി വളരെ ഹാപ്പിയാണ്. 1 വർഷം മുമ്പാണ് സൗബിൻ രജനി ചിത്രത്തിലേക്ക് ഡേറ്റ് കൊടുത്തത്. 80 ദിവസത്തോളം അതിൽ അഭിനയിക്കുകയുണ്ടായി. ഏതാണ്ട് 3 കോടിയോളം ശമ്പളം കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂലി എന്ന ചിത്രത്തിൽ സൗബിൻ ഉൾപ്പെടാനുള്ള ഒരേ ഒരു കാരണം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് മൂവി ഒന്നു മാത്രമാണ്. തമിഴ് സൂപ്പർ സിനിമകളെ കളക്ഷനിൽ കടത്തിവെട്ടിക്കൊണ്ട് ഒരു മലയാള സിനിമ കടന്നു വരുന്നത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. തമിഴർ നെഞ്ചിലേറ്റിയ മലയാള സിനിമ. ഒരു സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സുഹൃത്തെടുക്കുന്ന ജീവൻ മരണ പോരാട്ടമാണല്ലോ ആ സിനിമയുടെ ഇതിവൃത്തം. കൊച്ചിയിലെ മഞ്ഞുമേൽ എന്ന സ്ഥലത്തുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് കൊടൈക്കനാലിലുള്ള ഗുണ ഗുഹയിൽ വെച്ചുണ്ടായ ഒരു അനുഭവ സംഭവം. സിനിമയുടെ മർമ്മപ്രധാനമായ രംഗത്ത് യഥാർത്ഥ കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ തമിഴ് ഗാനവരികൾ ആ രംഗത്തിന് നേടിക്കൊടുത്ത നേട്ടവും കയ്യടിയും വിസിലടിയും ഒക്കെ അവർണ്ണനീയമാണ്. കമലഹാസന്റെ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് എന്ന് തുടങ്ങുന്ന ഗാനം സൗബിന്റെ മാനേജരും സുഹൃത്തുമൊക്കെയായ ഷോൺ എന്ന ചെറുപ്പക്കാരനാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയുടെ പ്രോജക്ട് ആദ്യമായി കൊണ്ടുവരുന്നത്. 1 വർഷക്കാലത്തോളം അതിന്റെ ചർച്ചകൾ നടന്നു. യഥാർത്ഥ മഞ്ഞുമേൽ ബോയ്സുമൊക്കെയായുള്ള കൂടിക്കാഴ്ചകളും നടന്നു. നിരവധി തവണ കൊടൈക്കനാൽ സന്ദർശനങ്ങൾ. 10 കോടി രൂപ ബഡ്ജറ്റിൽ തീരുന്ന ഒരു സിനിമയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. സൗബിന്റെ പിതാവ് ഷഹീർ ബാബുവിന് ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ തീരെ വിശ്വാസമില്ലായിരുന്നു. കൊടൈക്കനാലിലുള്ള ഗുണ ഗുഹയുടെ പെർമിഷൻ വാങ്ങി അവിടെ മുഴുവൻ ഷൂട്ടിങ്ങും തീർത്തിട്ട് മടങ്ങി വരാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ച് മാസങ്ങളായെങ്കിലും പെർമിഷൻ കിട്ടിയില്ല. കൊടൈക്കനാലിലെ ഗുണ ഗുഹയ്ക്ക് വേണ്ടിയുള്ള പെർമിഷന്റെ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. പിന്നീടുള്ള ഒരേ ഒരു മാർഗം സെറ്റിടുക എന്നത് മാത്രമാണ്. 3 കോടി രൂപ മുടക്കി കൊടൈക്കനാൽ ഗുണ കേവ് സെറ്റിടുവാനുള്ള പദ്ധതിയിടുന്നു. ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരിയും സംഘവും പെരുമ്പാവൂരിൽ സ്ഥലം കണ്ടെത്തി സെറ്റ് പണി ആരംഭിക്കുന്നു. കൊടൈക്കനാലിലെ ഗുണ കേവിന്റെ ഏകദേശം അതേ അളവിൽ തന്നെ ഒരു സെറ്റ് സജ്ജമാക്കി. സംവിധായകന്റെ നിർദ്ദേശപ്രകാരം സെറ്റിനുള്ളിൽ മഴ പെയ്യിക്കണം, മിസ്റ്റ് ഉണ്ടാക്കണം. അതിനായി ആ ഭീമാകാരമായ സെറ്റ് മുഴുവൻ ആദ്യം എയർ കണ്ടീഷൻ ചെയ്തു. മുകളിൽ നിന്നും കൃത്രിമ മഴ പെയ്യിക്കുവാനുള്ള സംവിധാനവും ഒരുക്കി. മുകളിൽ നിന്നും സൗബിൻ താഴെ കൂർന്നിറങ്ങുമ്പോൾ ഒപ്പം ക്യാമറയ്ക്കും സഞ്ചരിക്കാൻ ലിഫ്റ്റ് പോലുള്ള പാരലൽ സംവിധാനവും ഒരുക്കി. കൊടൈക്കനാലിൽ നിന്നും കൊണ്ടുവന്ന ലോറിക്കണക്കിന് പുല്ലുകൾ, പായൽ, പൂപ്പൽ, അങ്ങനെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും കലാ സംവിധായകൻ ശ്രദ്ധിച്ചു. സെറ്റ് പൂർത്തിയായപ്പോൾ 3 കോടി എന്ന ബഡ്ജറ്റ് 7 കോടിയായി മാറി എന്ന് മാത്രം. സംവിധായകൻ സിദ്ദീഖ്
പൂർത്തിയായ സെറ്റ് കണ്ടിട്ട് ചോദിച്ചത് ഇതെന്താ മഹാഭാരതം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സെറ്റാണോ എന്ന്. സെറ്റിന്റെ പെർഫെക്ഷൻ കണ്ടിട്ട് കലാസംവിധായകന് തന്റെ അടുത്ത പടം ഓഫർ ചെയ്തതിന് ശേഷമാണ് സിദ്ദീഖ് അവിടെ നിന്നും മടങ്ങിയത്. ഷൂട്ടിംഗ് ദിനങ്ങൾ നീണ്ടു ഏകദേശം 111 ദിവസങ്ങളോളം എടുത്തു സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ. ഈ സമയങ്ങളിൽ പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങി. നിർമ്മാതാക്കൾ പലയിടങ്ങളിൽ നിന്നും പണം വായ്പ എടുക്കാനും ആരംഭിച്ചു. ചെമ്മീൻ എക്സ്പോർട്ടർ സിറാജ്, ഗോകുലം ഗോപാലൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരെല്ലാം സാമ്പത്തികമായി സഹായിച്ചു. സിനിമ പസ്കോപ്പി ആയപ്പോഴേക്കും 22 കോടിയോളം ചിലവായി കഴിഞ്ഞിരുന്നു. ഒരു സൗബിൻ ചിത്രത്തിന് 22 കോടിയോ? ഇതെങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് പലരും സംശയിച്ചു. ഒരു സാധാരണ ചിത്രം പോലെ 5-10 കോടി രൂപ കളക്ട് ചെയ്താലും പടം സാമ്പത്തിക പരാജയ പട്ടികയിൽ വരും. എന്നാൽ പലരും സംശയങ്ങൾ വെച്ച് പുലർത്തുമ്പോഴും ആദ്യമായി ഇതൊരു ചരിത്ര വിജയമായി മാറുമെന്ന് വിധിയെഴുതിയത് റീ റെക്കോർഡിങ്ങിന് വേണ്ടി പടം കണ്ട സംഗീത സംവിധായകൻ സുശീൽ ശ്യാമാണ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പലർക്കും ആത്മവിശ്വാസമേറി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അച്ചിട്ടതായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ഒരു ചരിത്ര വിജയം തന്നെ കൈവരിച്ചു. എന്നും എപ്പോഴും അടയാളപ്പെടുത്തുന്ന വിജയം. സിനിമയുടെ കളക്ഷൻ 100-200 കോടികളൊക്കെ കവർ ചെയ്തു. എന്നാൽ വിജയ ആഹ്ലാദത്തിനോടൊപ്പം തന്നെ പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. മുംബൈയിലെ ഒരു കമ്പനിയുടെ പക്കലുണ്ടായിരുന്ന ഗുണയുടെ പാട്ടിന്റെ അവകാശം അവരുടെ കയ്യിൽ നിന്നും പണം കൊടുത്ത് അത് എഴുതി വാങ്ങിയിരുന്നു. പടം റിലീസായപ്പോൾ പാട്ടിന്റെ അവകാശവാദവുമായി മറ്റൊരു സംഗീത സംവിധായകനായ ഇളയരാജ രംഗത്ത് വന്നു. തന്റെ അനുവാദമില്ലാതെ താൻ ട്യൂൺ ചെയ്തുണ്ടാക്കിയ കൺമണി എന്ന ഗാനം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ നഷ്ടപരിഹാരമായി 2 കോടി രൂപ തരണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു. 1,60,00,000 രൂപ കൊടുത്താണ് ആ പ്രശ്നം പരിഹരിച്ചത്. 34 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഗുണ എന്ന ചിത്രത്തിലെ ഒരു പാട്ടിന് ഇളയരാജയ്ക്കുള്ള അവകാശമായിരുന്നു 1,60,00,000 രൂപ. ഗോകുലം ഗോപാലന്റെ പിൻബലമുള്ള സുജിത് നായരുടെ ഡ്രീം ബിഗ് ഫിലിംസ് എന്ന കമ്പനിയാണ് ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും റിലീസ് ചെയ്തത്. സ്വാഭാവികമായും അവരുടെ 11 കോടിയും അതിന്റെ പലിശയും റിലീസ് ചെലവുകളും കമ്മീഷനും ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ നിർമ്മാതാക്കൾക്ക് പണം വന്നു തുടങ്ങൂ. എന്നാൽ നിർമ്മാതാക്കളുടെ വിഹിതം കൈകളിലേക്ക് വന്നു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിർമ്മാതാക്കളായ ഷോൺ, സൗബിൻ, ഷഹീർ ബാബു എന്നിവർക്കെതിരെ കേസുകൾ ഉയർന്നു വന്നു. തങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തന്നില്ല, പറ്റിച്ചു എന്നും പറഞ്ഞ് കേസും കോടതിയും മീഡിയ പ്രചരണവും ഒക്കെയായി ആക്ഷേപങ്ങൾ പൊടിപൊടിച്ചു. പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു തട്ടിപ്പുകാരനായി ചിത്രീകരിക്കപ്പെട്ട് ഒരു സെലിബ്രിറ്റി നിൽക്കേണ്ടി വന്നു. എന്നാൽ സത്യത്തെ സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ചാലും അത് മറനീക്കി ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അവരുടെ ജാമ്യം കട്ട് ചെയ്ത് ജയിലിലാക്കുവാനുള്ള ശ്രമത്തിന് തടയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതിക്ക് ബിസിനസ് ഇടപാട് തർക്കത്തിന്റെ സ്വഭാവമാണുള്ളത്. കൃത്യമായ രേഖകൾ ഉള്ളതിനാൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കോടതിയെ നിർമ്മാതാക്കൾ അറിയിച്ചത് കടം വാങ്ങിയ അസൽ മുതൽ കൊടുത്തിട്ടുണ്ട്, ലാഭവിഹിതം ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്, കേസ് കഴിയുമ്പോൾ അതും കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ ഇനി ഈ കേസൊക്കെ തീർന്നു വരാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. സിനിമയിൽ പലപ്പോഴും പണത്തിന്റെ പേരിൽ സ്നേഹബന്ധങ്ങൾ തകരുന്നത് സാധാരണമാണ്. ഇതിന് പ്രധാന കാരണം കൂടുതലും ഇടനിലക്കാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്. സൗബിന്റെ പിതാവ് ഷഹീർ ബാബു ഫാസിലിന്റെ ഈറ്റില്ലം എന്ന സിനിമ തുടങ്ങിയ കാലം മുതൽ കൂടെ ചേർന്നതാണ്. 1983 മുതൽ. അതിന് ഇന്ന് വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അടുത്ത വർഷം തുടങ്ങുന്ന ഫാസിൽ മധുമുട്ടം സിനിമയുടെ ചാർജുകാരനും ഷഹീർ ബാബു തന്നെയാണ്. ഫാസിലിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില പ്രമുഖന്മാർ പല സാമ്പത്തിക കേസുകളിൽ പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഷഹീർ ബാബുവിൻ്റെത്. ബാബു വളരെ കൃത്യനിഷ്ഠയുള്ള സത്യസന്ധനായ പണമിടപാടുകാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷഹീർ ബാബു ഉണ്ടെങ്കിൽ ഒരു പറ്റിപ്പും തരികിടയും നടക്കുകയുമില്ല, മറ്റുള്ളവർ അത് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി എല്ലാവരും ഒത്തൊരുമയോടെ ഒന്നിച്ചു നിന്നാൽ അതെല്ലാവർക്കും ഗുണകരമാകും, സിനിമയ്ക്കും. ഇതുപോലുള്ള നല്ല സിനിമകൾ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ സൗബിന് രജനീകാന്തിന്റെ സ്നേഹവും ഇഷ്ടവും ഒക്കെ വേണ്ടുവോളം ലഭിച്ചു കഴിഞ്ഞു. രജനി പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ സൂപ്പർ പെർഫോമൻസ് താൻ, നേരിൽ പാക്കുമ്പോൾ ഒരു ചിന്ന പയ്യൻ. തണലിൽ വീണ കൂട്ടുകാരൻ കുട്ടനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ സിജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സൗബിനെ തമിഴ് മക്കൾ നെഞ്ചിലേറ്റി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ സൗബിന് പ്രത്യേകം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഇന്ന് സൗബിൻ അഭിനയത്തിന്റെയും സംവിധാനത്തിന്റെയും നിർമ്മാണത്തിന്റെയും ഒക്കെ
വളരെ തിരക്കിലാണ്. ദുൽഖറെ നായകനാക്കി സൗബിൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഫാസിലിന്റെയും സിദ്ദീഖിന്റെയും അസിസ്റ്റന്റായി നടന്ന സൗബിന് ലഭിച്ച സൗഭാഗ്യങ്ങൾ ഷഹീർ ബാബുവിന്റെ നല്ല മനസ്സുകൊണ്ട് കിട്ടിയതാണെന്നാണ് ഫാസിലിന്റെ പക്ഷം. രക്തബന്ധം കൊണ്ട് മാത്രം ഒരാൾ സ്വന്തമാകില്ല. സ്നേഹം, സഹകരണം, വിശ്വാസം, ബഹുമാനം എന്നിവ അപരിചിതരെ പോലും സ്വന്തമാക്കുന്ന വികാരങ്ങളാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.